നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച തൻ്റെ മാതാവിൻ്റെ വീട്ടിൽ വെച്ച് ഇസ്രായേൽ സൈനിക മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ ശബ്ദവിരുന്നിൽ പങ്കെടുക്കുമ്പോൾ തൊട്ടു പിന്നാലെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനൊപ്പം അവിടെ ആ വിരുന്നിൽ പങ്കെടുത്തവർക്ക് ആർക്കും തന്നെ അറിയുമായിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒരു കാർ ആ വീട്ടിലേക്ക് വന്നു. അതിൽ സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ ടെൽ അവീവിലെ ഭൂഗർഭ സൈനിക കമാൻഡ് സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം വളരെ നിർണായകമായ ഒരു ഓർഡർ നൽകുന്നു. അതാകട്ടെ പിന്നീട് ഇറാന്റെ സമാധാനം നശിപ്പിക്കുന്നതിനുള്ള ഒരു ഉത്തരവായിരുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള നിർദ്ദേശമായിരുന്നു അദ്ദേഹം നൽകിയത്. ഖമീനിയെ വധിക്കുന്നതിനുള്ള ഉത്തരവും അന്നേരത്താണ് ജനറൽ നൽകിയതെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ ഉന്നതരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ആക്രമണം നടത്താൻ അധികാരമുണ്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കൂ, നിങ്ങൾ ചരിത്രം കുറിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായി 60-കാരനായ ജനറൽ സമീർ മാറുകയായിരുന്നു. അമേരിക്കൻ പ്രതിനിധികളുമായി ചേർന്ന് യുദ്ധതന്ത്രങ്ങൾ തയ്യാറാക്കുന്നതും ഇസ്രയേലി രാഷ്ട്രീയ നേതാക്കളുമായും അറബ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തുന്നതും വ്യോമാക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും അദ്ദേഹമാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അദ്ദേഹമാണ് ഈ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നതെന്നാണ് മുൻ മുതിർന്ന ഇസ്രായേൽ സൈനിക തന്ത്രജ്ഞനായ ബ്രിഗേഡിയർ ജനറൽ ശ്ലോമോ ബ്രാം പറഞ്ഞത്. എന്നാൽ ജനറൽ സമീർ അഭിമുഖത്തിന് തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. ഇറാനിൽ നിന്നും ലെബനൻ, ഗാസ, യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളിൽ നിന്നുമുള്ള ഭീഷണികളെക്കുറിച്ചും അത് തടയാൻ ഇസ്രായേൽ, അമേരിക്ക, അറബ് ലോകം എന്നിവ എങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചും നിരന്തരം പറയുന്ന ഒരാളാണ് ജനറൽ ഇയാൽ എന്ന് മുൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. ഇസ്രായേലിന്റെ തെക്കേയറ്റത്തെ നഗരമായ ഇലാറ്റിൽ ജനിച്ച ജനറൽ സമീർ ഗാസ മുനമ്പിലെ ഓപ്പറേഷൻസ് കമാൻഡർ ഉൾപ്പെടെ സൈന്യത്തിലെ വിവിധ ഉന്നത സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ടാങ്ക് ഡിവിഷന്റെ കമാൻഡറുമായിരുന്നു ഏറെക്കാലം. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അദ്ദേഹം ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേറ്റത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ പരാജയങ്ങളിൽ ഒന്നായിട്ടാണ് ഇസ്രായേൽ കരുതപ്പെടുന്നത്. അതിനുശേഷം സൈന്യത്തിലുള്ള ജനവിശ്വാസം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ജനറൽ ഇയാലിനെ മേധാവിയാക്കിയതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിലെ ഇറാനെതിരായ സൈനിക നീക്കത്തിന് തൊട്ടുമുമ്പുള്ള ആഴ്ചകളിൽ US സൈനിക നേതൃത്വവുമായി ജനറൽ സമീർ നിരന്തരമായ കൂടിക്കാഴ്ചകളാണ് നടത്തിയത്. ജനുവരിയിൽ അദ്ദേഹം വാഷിംഗ്ടൺ സന്ദർശിക്കുകയും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനായ ജനറൽ ഡാൻ കെയ്നുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മധ്യപൂർവേഷ്യയുടെ ചുമതലയുള്ള US സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡിന്റെ മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങളും യുദ്ധപദ്ധതികളും അദ്ദേഹം ചർച്ച ചെയ്തു. ഈ കമാൻഡർമാർ തമ്മിൽ വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രാഡ് കൂപ്പറെ ഇസ്രായേലിലെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇയാൽ സമീർ സൽക്കരിക്കുക പോലും ചെയ്തിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. കാര്യങ്ങൾ വെട്ടിത്തുറയെന്ന് പറയുന്ന പ്രകൃതക്കാരൻ കൂടിയായിരുന്നു ജനറൽ സമീർ എന്ന് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബർട്ട് സാറ്റ്ലോഫ് വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, പറയുന്നതെല്ലാം അനുസരിക്കുന്ന വെറും ഒരു അജ്ഞാനവർത്തിയായ ഉദ്യോഗസ്ഥനായിരുന്നില്ല അദ്ദേഹം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഇരുവരും യോജിക്കുന്നുണ്ടെങ്കിലും മുൻപ് പല വിഷയങ്ങളിലും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹമാസിനെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെ ഗാസ സിറ്റിയിലേക്ക് കടന്നു കയറാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതി ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ ജനറൽ സമീർ അതിനെ എതിർത്തിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ബന്ദികളുടെ സുരക്ഷയെക്കുറിച്ചും തന്റെ സൈനികർക്കുണ്ടായ ശാരീരിക ക്ഷീണത്തെക്കുറിച്ചും അദ്ദേഹം ഉന്നയിച്ച ആശങ്കകളായിരുന്നു അതിന് കാരണം. അതേസമയം ഇറാനെതിരായ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൽ സമീർ വ്യക്തമാക്കിയത്. അപ്രതീക്ഷിതമായ ആദ്യ ആക്രമണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ ഘട്ടത്തിലൂടെ നമുക്ക് വ്യോമ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ തകർക്കാനും സാധിച്ചു. ഇപ്പോൾ നമ്മൾ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ ഇറാനിയൻ ഭരണകൂടത്തിന്റെ അടിത്തറകളെയും അവരുടെ സൈനിക ശക്തിയെയും നമ്മൾ ശക്തമായി തന്നെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുക്കളെ ഞെട്ടിക്കുന്ന കൂടുതൽ നീക്കങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്നും ആ കൂട്ടത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു.